ഞാൻ എത്തിയത് ഈ ചാക്കിൽ നിറയെ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ നിറച്ച് ഈ ചാക്ക് നിറച്ച് പറിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, എന്താണ് കിട്ടിയത്, എന്ത് പഴമാണെന്നൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഫ്രൂട്ട് കേട്ടോ. ഇതിന് മുട്ടിൽപ്പഴം എന്നാണ് പറയുക. ഇത് ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ കാണുന്നൊരു പഴമാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഫോറസ്റ്റ് കയറിയിട്ടല്ല പറിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തിയത് ഒരു വെള്ളച്ചാട്ടത്തിലാണ്. അവിടെ വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി നമുക്ക് ഈ പഴം പറിക്കാൻ പോകണം. ഈ പഴം എന്തിൻ്റെ മുകളിലാണ് ഉണ്ടാവുക എന്നുള്ളതോ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം കേട്ടോ. മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 100 രൂപേൻ്റെ കൂട്ട് മറക്കാൻ പറ്റുമോ? അപ്പോൾ ആ കൂട്ടിട്ടിട്ടാണ് യാത്ര കേട്ടോ. പ്ലാസ്റ്റിക് കവർ ഇവിടെ എഴുതി ഞാൻ ബ്ലോഗിൽ പറയും. എൻ്റെ വീട്ടിൽ പിന്നെ ആൾക്കാർ വരും, പ്രശ്നമാവും, പിന്നെ അടിയാവും, ഫൈനാവും, ഫോറസ്റ്റ് ഇത് PWD റോഡ്, അവിടെ കുറെ വീടുകളുണ്ട്. അപ്പം മച്ചാൻ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയയിലുള്ള ഒരു വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പഴം പറിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന യാത്രയാണ് ഈ വീഡിയോയിൽ മൊത്തം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കാടിൻ്റെ കാഴ്ചകളും ഉണ്ട് കേട്ടോ. അതൊക്കെ സൂപ്പറാണ്. അപ്പോഴാണ് നമ്മൾ ഈ കാട് വാഴുന്നൊരു ജീപ്പിനെ കണ്ടത് കേട്ടോ. ഈ റോഡിലൂടെ പറന്നു പോകുന്നൊരു ജീപ്പാണത്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊന്ന് സൈലൻ്റായി കാടിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങി. പോരാത്തതിന് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു എയർ, നന്നായിട്ട് ശുദ്ധവായു ഒന്ന് ശ്വസിച്ച് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടോ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. മഴ നിന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ കാര്യങ്ങളൊക്കെ. അടുത്തത് ഈ ഫ്രൂട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? ഇതിനെ കാണാത്തവർക്കൊക്കെ പറഞ്ഞിടത്താണ് മാങ്കോസ്റ്റ് എന്ന് പറയുന്ന ഫ്രൂട്ട്. നമ്മൾ റോഡരികിലും ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇപ്പോൾ വിൽക്കുന്നത് കാണാം. ഇതിൻ്റെ മരം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മരം. അത്യാവശ്യം വലുതായിട്ടുള്ളൊരു മരമാണിത്. ഇനിയാണ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തിയത്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ മുട്ടിൽപ്പഴം. ഇത് വേരിൻ്റെ അവിടെയാണ് കൂടുതലായിട്ട് കായ്ക്കുക. ചില സമയങ്ങളിൽ മരത്തിൻ്റെ മുകളിലായിട്ടും ഇത് കായ്ക്കുന്നത് കാണാം. അധികം ഈ വേരിൻ്റെ പ്രദേശത്തായിട്ടാണ് ഈ പഴം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് മുട്ടിൽപ്പഴം എന്നൊക്കെ ഉള്ള പേര് വന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അത്യാവശ്യം ചെറുതായിട്ടൊരു പൊളി ടൈപ്പാണ്. അപ്പോൾ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങളതാ ഓരോട് പറഞ്ഞ് പഴങ്ങളൊക്കെ നന്നായിട്ട് പറിച്ചെടുത്ത് ഈ ചാക്ക് നിറയെ ആക്കി തോളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് ഇത് കൊണ്ടുപോയിട്ട് വേണം ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളതാണ്. പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ തന്നു പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റംബൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് വരും, ചെറുങ്ങനെ കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പിടിച്ചിട്ടുള്ള യാത്രയാണിത്. കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്